ശബരിമല ദർശനത്തിനായി യുവതികളെ കയറ്റിക്കൊണ്ടു പോകുന്ന സർക്കാർ അതേ സ്പീഡിൽ അവരെയും കൊണ്ട് താഴേക്കിറങ്ങുകയാണെന്നും പണ്ട് നാരായണത്ത് ഭ്രാന്തൻ പെരുമാറിയിരുന്നത് ഇതുപോലെയായിരുന്നെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. ശബരിമലയിൽ നാരായണത്ത് ഭ്രാന്തനെ പോലെയാണ് സർക്കാർ പെരുമാറുന്നത്. മനിതി സംഘത്തെ ആരാണ് തമിഴ്നാട്ടിൽ നിന്ന് ആനയിച്ചു കൊണ്ടുവന്നതെന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്നും കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭൂമി കയ്യേറ്റക്കാരനെന്ന് CPM വിശേഷിപ്പിക്കുന്ന വീരേന്ദ്രകുമാറിനെയും അഴിമതിക്കാരനായ ബാലകൃഷ്ണപിള്ളയെയും ഇടതുമുന്നണിയിലെടുത്തത് ശരിയാണോ എന്ന് അവർ വ്യക്തമാക്കണം. വീരേന്ദ്രകുമാറിനെ കുറിച്ചുള്ള നിലപാട് മാറിയോ എന്ന് CPM വ്യക്തമാക്കണം. അഴിമതിക്കാരനെന്ന് പറഞ്ഞാണ് R ബാലകൃഷ്ണപിള്ളയെ VS അച്യുതാനന്ദൻ ജയിലിൽ അടച്ചത്. ആ പിള്ളയെ ഇപ്പോൾ കൂടെ കൂട്ടിയിരിക്കുകയാണ്. അഴിമതിയുമായി സന്ധി ചെയ്യാൻ CPMന് മടിയില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇവരെ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഇടതുമുന്നണി ശക്തമാകില്ലെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീഷണി മുന്നിൽ കണ്ടാണ് ഇടതുമുന്നണി വിപുലീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മുൻ PSC ചെയർമാനും കോൺഗ്രസ് സഹയാത്രികനുമായ KS രാധാകൃഷ്ണൻ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്തതിനെ ചെന്നിത്തല ന്യായീകരിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം KS രാധാകൃഷ്ണനില്ല. ആചാര സംരക്ഷണത്തിനാണ് അദ്ദേഹം പോയതെന്നും പറഞ്ഞു. എന്നാൽ വനിതാ മതിലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. മതിൽ എന്തിനാണെന്ന് സർക്കാർ വ്യക്തമാക്കണം. കേരളത്തിന്റെ നവോത്ഥാനത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചതായി അറിയില്ല. നവോത്ഥാനത്തിന്റെ പാരമ്പര്യം കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. വനിതാ മതിലിൽ പങ്കെടുക്കാൻ കുടുംബശ്രീ, അംഗനവാടി, ആശാവർക്കർമാരെ അടക്കം CPM പ്രാദേശിക നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയാണ്. ക്ഷേമ പെൻഷൻകാരെ പോലും വെറുതെ വിടുന്നില്ല. വാരാപ്പുഴ ശ്രീജിത്തിന്റെ കൊലപാതകത്തിൽ സർക്കാർ കള്ളക്കളി നടത്തുകയാണ്. പ്രതികളായ പോലീസുകാരെ CPMഉം സർക്കാരും സംരക്ഷിക്കുകയാണ്. ലോക്കപ്പ് കൊലപാതകങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നത് ഇതിൽ നിന്ന് വ്യക്തമായി. വാരാപ്പുഴ കസ്റ്റഡി മരണത്തിൽപ്പെട്ട 7 പോലീസുകാരുടെ സസ്പെൻഷൻ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കിയതിനെതിരായി പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.